ഷാരി ഗ്ലോ തേക്കുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്നറിയോ? എന്താന്നറിയോ ഷാരി? ഈ ജയ ജയ ഹേ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, അതിന്റെ അകത്ത് അമ്മച്ചി ഇങ്ങനെ ഇടിയപ്പം ഞെക്കാൻ വേണ്ടി കിടന്ന് ഞെക്കത്തില്ലേ, അതേപോലെ കഷ്ടപ്പെട്ട് ഞെക്കുവാണ്. ഒന്നാമത് മാനുഫാക്ചറിംഗ് ഡിഫക്ട്, നീളം കുറവാ എത്തിക്കൊത്തി കിടന്ന് ഞെക്കുക. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് വിനോദേ? അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വാൾസ് ഉണ്ടാക്കാൻ നമ്മൾ പ്ലൈവുഡ് ആണ് തറയ്ക്കുന്നത്. അപ്പോൾ പ്ലൈവുഡ് തറയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രെയിം ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ഇൻസുലേഷൻ ചെയ്യണം. ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോമാണ് ഉപയോഗിക്കുന്നത്, ഫിൻ ഫോം എന്ന് പറയും അതിന്. നമുക്ക് ഫോം അല്ലെങ്കിൽ റോക്ക് വൂളോ അല്ലെങ്കിൽ ഷീപ്പ് വൂളോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന വാൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഫോം സ്പ്രേ അടിച്ച് ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് കൂടുതൽ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻസുലേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ഹീറ്റ് നിൽക്കും. നമുക്ക് വിന്ററിൽ കൂടുതലും ഇവിടെ ഫിൻലാൻഡിൽ എപ്പോഴും തണുപ്പാണല്ലോ, കൂടുതലും തണുപ്പാണ്. അപ്പൊ നമുക്ക് നല്ല ഇൻസുലേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ഇൻസുലേഷൻ ചെയ്യുന്നത്. പിന്നെ ഏവോൾ ആണെങ്കിൽ ഫോം സ്പ്രേ ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൗസ് ഇടണം കേട്ടോ. കാരണം അവര് ഗ്ലൗസ് തരുന്നുണ്ട് വാങ്ങിക്കുമ്പോൾ. ഇതിന്റെ ഉള്ളിൽ ഗ്ലൗസ് ഉണ്ട്, നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ഗ്ലൗസ് ഉണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള. പക്ഷെ എന്റെ വേറെ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് ഞാനതാ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഗ്യാപ്പുകളിലെല്ലാം നമ്മൾ ഫോം സ്പ്രേ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വാളിലുള്ള ഫ്രെയിം എല്ലാം റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ടുള്ള വുഡെല്ലാം നമ്മൾ അളന്ന് മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഗ്ലൂ തേച്ച് ഒട്ടിക്കുക മാത്രമല്ല, ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രെയിമിനുള്ളിലായിരിക്കും നമ്മൾ ഫിൻഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇതുപോലെ നീളത്തിൽ വരുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാനിന്റെ ബോഡിയിൽ സ്ക്രൂ ചെയ്യാൻ പറ്റും. പക്ഷെ കുറുകെ ഉള്ളതിനൊക്കെ നമ്മൾ ഇതുപോലെ പോക്കറ്റ് ഹോൾ ഇട്ടാൽ മാത്രമേ നമുക്ക് സ്ക്രൂ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ ഇത് ഒരെണ്ണം നമ്മൾ വെച്ച് നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇത്രയും കുഞ്ഞു കുഞ്ഞു പീസുകളായി അളന്ന് മുറിച്ചെടുക്കുക, എല്ലാത്തിനും പോക്കറ്റ് ഹോൾ ഇടുക. ചിലതൊക്കെ നമ്മൾ മുറിഞ്ഞു പോകാറുണ്ട്, അപ്പൊ പിന്നെയും വേറെ പീസ് എടുക്കണം, അതുപോലെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഒരുപാട് ക്ഷമയോടുകൂടിയാണ് നമ്മൾ ഈ വാനിന്റെ പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഫ്രെയിമിന്റെ കുറച്ച് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടിച്ച ഫോം സ്പ്രേ എല്ലാം എക്സ്പാൻഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് വന്നതെല്ലാം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രെയിമിന്റെ വുഡ് വെക്കാനൊക്കത്തുള്ളൂ. എല്ലാ ഗ്യാപ്പുകളും നമുക്ക് ഫില്ല് ചെയ്യാനായില്ല, അപ്പോഴത്തേക്ക് നമ്മുടെ ഫോം സ്പ്രേ തീർന്നിരുന്നു. ഇനി നമുക്ക് പുതിയത് വാങ്ങിച്ചിട്ട് വേണം ബാക്കിയുള്ള ഭാഗത്തും കൂടി ഫില്ല് ചെയ്യാനായിട്ട്. ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടാന്ന് കരുതി മുളപ്പിച്ചെടുത്ത ഗ്രീൻ പീസ് ആണ് നമ്മൾ ഈ നട്ടിരിക്കുന്നത്. ശരിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല. സമ്മർ ആയപ്പോൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ അങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏവമോളെയും കൂടെ കൂട്ടാറുണ്ട്. അവളുടെ സന്തോഷം മാത്രമല്ല, അവൾ ഇതൊക്കെ കണ്ടുകൂടി വളരട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ആ വാനിന്റെ പണിയിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. വാളിന്റെ പണി ചെയ്യാൻ നമുക്ക് ശരിക്കും സമയം എടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ കട്ടിങ്, ഡ്രില്ലിങ്, സ്ക്രൂയിങ് ഇതൊക്കെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സൈഡിൽ വെക്കാൻ നല്ല ഈസി ആയിരുന്നു, പക്ഷെ റൂഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ഹൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, പിന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഏമോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാക്കറ്റ്. സമ്മറായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വൈകുന്നേരങ്ങളിൽ ഇവിടെ മിക്കപ്പോഴും തണുപ്പ് തന്നെയാണ്. ശരിക്കും നമ്മൾ വാളിന്റെ പണി തുടങ്ങി വെച്ചതിന് ശേഷം ഒരാഴ്ച ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയായിരുന്നു. നമുക്ക് പിന്നെ ഗ്യാരേജും വർക്ക്ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പണി ചെയ്യാനും കഴിയാറില്ല. അപ്പോൾ നമ്മളിത് റൂഫിലെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുള്ള വുഡിൽ നമ്മൾ പൈലറ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്. കനം കുറഞ്ഞ വുഡ് ആയതുകൊണ്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് അത് ഡാമേജ് ആകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ഇതേ വെന്റിലേഷന്റെ ഭാഗത്ത് വരുന്ന ഒരു ഫിൻഫോം നമ്മൾ ഫിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ വിനോദ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ വെന്റിലേഷന്റെ അടിയിൽ വരുന്ന കവറാണ്. അന്ന് നമ്മളിത് ഫിക്സ് ചെയ്യാതിരുന്നതിന്റെ കാരണം ഈ ഫിൻഫോമും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വെന്റിലേഷനിൽ മൊസ്കിറ്റോ നെറ്റ്, സൺഷെയ്ഡും ഒക്കെ വരുന്നുണ്ട്. വെന്റിലേഷൻ മുകളിലേക്ക് പൊക്കി വെക്കുന്ന സമയത്ത് മൊസ്കിറ്റോ നെറ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ പ്രാണികളൊന്നും അകത്തേക്ക് കടക്കത്തില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം നിർത്തിയിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോന്നു. വാനിന്റെ പണിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഷോപ്പിങ്ങിനും മറ്റും സമയമൊന്നും കിട്ടാറേ ഇല്ല. നേരത്തെയൊക്കെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇവിടെ തന്നെ ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിക്കാനായിട്ട് നമ്മൾ നല്ല ഡോനറ്റ്സും ഫ്രഷ് ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നോക്കിയേ, നല്ല മഴ വരുന്നുണ്ട്. വാങ്ങിച്ച സാധനങ്ങളെല്ലാം ട്രങ്കിലും വെച്ച് കഴിക്കാനുള്ളത് കയ്യിലും എടുത്തുകൊണ്ട് വിനോദ് വരുന്നുണ്ട്. അങ്ങനെ സ്നാക്സും ജ്യൂസും ഒക്കെ കഴിച്ച് മഴക്കാറിന്റെ ആ ഒരു നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് വരുവാണ്.
അമ്മമ്മോടെ പാട്ടുള്ളതുകൊണ്ട് വണ്ടിയിൽ വേറെ പാട്ടൊന്നും അങ്ങനെ വെക്കേണ്ടി വന്നില്ല. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് വിനോദ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇൻസുലേഷൻ ചെയ്യാനുള്ള ബാക്കിയുള്ള ഫിൻഫോമുകളൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇതിനൊക്കെ നല്ല നീളമുള്ളത് കൊണ്ടും പിന്നെ കാറിൽ വന്നതിനാലും ഇതൊന്ന് മുറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കാറിനുള്ളിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള ഫിൻഫോമുകളൊക്കെ വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ ഫോം കണ്ടോ, ഇത് നമ്മുടെ ഓൾറെഡി ഉള്ളതായിരുന്നു, നമ്മുടെ വാനിലുള്ളതായിരുന്നു, ഒട്ടിച്ചിരുന്ന് ഞങ്ങൾ ഇളക്കിയെടുത്തതാണ് 30 mm. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ 40 mm കൂടെ ചേർത്തിട്ടാണ് 70 mm ആക്കി ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ, 11. പിന്നെ വണ്ടിയിലും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇളക്കിയെടുത്തപ്പോൾ നമ്പർ ഇട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാം, അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ അളവെടുത്ത് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷാരി ഇല്ല എന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും. ഷാരി ഇന്നും ബിസിയാണ്, ചില ദിവസങ്ങളിൽ ഷാരി കാണത്തില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ, ഒരാൾ അളവെടുക്കാൻ അല്ലെങ്കിൽ ഒരാൾ മുറിക്കാനും ഒക്കെ. അപ്പോൾ ഒറ്റയ്ക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് താമസം എടുക്കും. നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ജിക്സോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നൈഫ് ഉപയോഗിക്കാം. നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 40 mm തിക്നെസ് ഉണ്ട്. കട്ട് ഇടുമ്പോഴത്തേക്കും ഇതിങ്ങനെ കണ്ടില്ല, ഇത് ഫ്ലെക്സിബിൾ ആണ്, വര ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകും, സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തില്ല. പിന്നെ ജിക്സോ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ജിക്സോ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ ഇങ്ങനെ തെറിക്കും. ആക്ച്വലി അത് നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട, ഇത് വെച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അപ്പം ജിക്സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൗഡർ തെറിക്കും. ഇതാണെങ്കിൽ ലൈൻ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വളരെ പാടാണ്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് വെച്ച് ചെയ്യണം. ഞാൻ ജിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജിക്സോ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ സേഫ്റ്റി ഗ്ലാസ് വെക്കണം, ഗ്ലൗസ് ഇടണം. കാരണം കണ്ണിലൊക്കെ തെറിച്ച് വീഴാനോ അല്ലെങ്കിൽ ഇൻ കേസ് കയ്യാലൊക്കെ കൊണ്ടു കഴിഞ്ഞാലോ അതിനൊക്കെ വേണ്ടിയിട്ട് സേഫ്റ്റി നമ്മൾ നോക്കണം കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കർവ് വരുന്നുണ്ട്. കർവൊക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ ഈസിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കർവിനനുസരിച്ച്. കണ്ടോ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും, നമ്മൾ ആമസോണിലൊക്കെ കിട്ടും. ഞാനിത് ചൈന ആപ്പിൽ നിന്ന് വരുത്തിയതാണ്. ജസ്റ്റ് ചീപ്പ് റേറ്റ് ആണ് ഇതിനൊക്കെ. ഇത് കണ്ടോ, അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ആ കർവ് അനുസരിച്ചിട്ട് നമ്മളത് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കർവ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്ക് വാളിൽ കൊണ്ടുപോയിട്ട് വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പം നമ്മളിത് ഈ ഭാഗത്തേക്കാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്ന്. സൈഡിൽ ചെറിയൊരു കർവുണ്ട്, അന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇവിടെ ഒരു കർവ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്തു. അപ്പം സംഭവം സെറ്റായി കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ എല്ലായിടവും ചെയ്യണം. ഓഹോയ് ഓഹോയ് ഓഹോയ്. അപ്പോൾ അതെ, രാവിലെ തന്നെ നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഫ്രെയിം എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഈ വുഡിന്റെ സ്ട്രക്ചർ എല്ലാം മെയിൻ ആയിട്ടുള്ള ചെയ്തേപ്പുണ്ട്. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഇൻസുലേഷൻ ഫോം ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ക്രോസിനുള്ള വുഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോം അതിന്റെ ഉള്ളിൽ കയറില്ല. അതെ, അപ്പൊ നമ്മൾ ഫോം വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് അത് അടിക്കുന്നത്, വുഡ് വെക്കുന്നത്. അതെ, അപ്പൊ ഇത് അനങ്ങാതെ ഇരിക്കും. നമ്മൾ ഓൾറെഡി നമുക്ക് ഇവിടെ നമ്മൾ ഗ്ലൂ തേക്കുന്നുണ്ട് ഒട്ടിച്ചു വെക്കാനുള്ള. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫോം ഒട്ടിക്കട്ടെ. ഫോം ഒട്ടിക്കട്ടെ. അപ്പോൾ അതേ ഫിൻഫോമുകളെല്ലാം നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗത്ത് കൃത്യമായിട്ട് അളന്ന് മുറിച്ചാൽ വെച്ചിരുന്നെങ്കിലും ഫിക്സ് ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വിനോദ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ആവുമെന്ന് നോക്കാം. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അത് നമ്മൾ മുറിച്ചു മാറ്റി. അങ്ങനെയാണ് ചിലപ്പോൾ കോർണറിലൊക്കെ കയറാനൊക്കെ കുറച്ച്, കാരണം ഇതിന് ഒരുപാട് കോർണേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ, ഒരുപാട് ചാനലുകളും കർവുകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഗ്ലൂ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് ഫോമിന്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് 30 mm നമ്മളിപ്പോൾ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് 40 mm കൂടി ഒട്ടിക്കുന്നത്. നമ്മുടെ വാൾസിന് നമ്മൾ 70 mm ഒട്ടിക്കുന്നത്. പിന്നെ റൂഫിനും നമ്മുടെ ഫ്ലോറിനും 30 mm ആണ്. കാരണം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കൂടുതൽ നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം 180 സെന്റിമീറ്റർ കാണണം എല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പെക്ഷൻ അത് പ്രശ്നമാകും. സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതിന് പകരം മറ്റേ വേറൊരു ഫോം പോലൊരു സാധനം വരും, അത് വെച്ചിട്ടാണ് ഈ വാൾസ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതെ, വൂള് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഫോം ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇത്രയും വലിയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇത്രയും 70 mm ഒക്കെ ആക്കണമെങ്കിൽ ഇങ്ങനെ 2 എണ്ണമൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കുന്നതൊക്കെ ഭയങ്കര ചടങ്ങാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും എന്താ പറയുന്നത്, ഇത് തന്നെ ചെയ്യുന്നത്. കാരണം ഈ വൂള് വെക്കുന്ന സമയത്തുണ്ടല്ലോ, ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു സ്മെല്ല് അടിക്കാറുണ്ടല്ലേ, ഇതിങ്ങനെ പൂത്തിട്ട്. ചില ക്യാമ്പർമാനിലൊക്കെ നമ്മൾ എന്താ പറയുന്നത്, പഴകും തോറും അതിൽ വൂള് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വൂളിനുണ്ടല്ലോ, വൂള് വെക്കുമ്പോഴത്തേക്ക് അതിന് അത്യാവശ്യം നല്ല വെന്റിലേഷൻ വേണം. വെന്റിലേഷൻ വെച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മഴയും ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ആ സമയത്ത് ഇതിനകത്ത് പൂപ്പല് പിടിക്കും. പൂപ്പല് പിടിച്ചിട്ട് നമ്മുടെ വാനിന്റെ അകത്ത് കയറാൻ പറ്റാത്ത സ്മെല്ലായി തുടങ്ങും, വാടയെടുക്കും. നമുക്ക് മനസ്സിലായി. ഇതാവുമ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ മൊത്തം ചെയ്തേപ്പുണ്ട് അല്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലും ഇതാ ഇന്നലെ ചെയ്ത മുകളില്. അതെ. അപ്പൊ ഇനി നമുക്ക് ഈ സൈഡ് ബാക്കിയാണ്. അപ്പൊ അതെ, നമ്മുടെ വണ്ടിയുടെ ഇൻസുലേഷൻ ഏകദേശം 95% നമ്മൾ കഴിഞ്ഞപ്പോണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ സീലിങ്ങിലെല്ലാം ഫോം അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാൾസിലെല്ലാം നമ്മൾ ഫോം ഒട്ടിച്ചേപ്പുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഹോൾസ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ എന്തോ ചെയ്യുന്നത് തീരുമാനിച്ചിട്ടില്ല. അമ്മയും മോളും അവിടെ നിന്ന് കളിയാണ്. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ എന്തോ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചില്ല. ഒന്നെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഫോം ഉണ്ടോ, ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ സ്പ്രേ ഫോം അടിച്ചത് നിറയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം കൊത്തി കയറ്റി വെച്ചോ എങ്ങനെങ്കിലും നിറയ്ക്കണം. പിന്നെ അവിടെ മാത്രമല്ല കുറച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർസിലൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ സ്ലൈഡിങ് ഡോർ ഉണ്ടല്ലോ, പിന്നെ അവിടെ ഈ 2 ഡോർസിൽ നമുക്കിനി ചെയ്യാനുണ്ട്. ഈ ഭാഗങ്ങളിൽ നമ്മുടെ വിൻഡോയുടെ ഭാഗത്ത് ഒന്നും ചെയ്യത്തില്ല, മുകളിൽ ഓൾറെഡി ചെയ്തേപ്പുണ്ട്. അപ്പോൾ ഈ താഴെയും ഇവിടെയും ഉണ്ട്. പിന്നെ സ്ലൈഡിങ് ഡോറിലും കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതേപോലത്തെ ഹോൾസൊക്കെ നമുക്ക് അടയ്ക്കണം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അല്ലേ സാറേ? അതെ. വാളിലെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഈ റൂഫിൽ മാത്രം ഞങ്ങൾ 30 mm ആണ്. കാരണം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ മുകളിൽ 30 mm ഫോം ഔട്ടിച്ചേക്കുന്നത്. ഏവ കിടക്കണമെന്ന് ബഹളമാണ്. അതെ, വേറെ നല്ല ചൂടായിട്ടുള്ള കൺട്രീസിലൊന്നും ഇത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഇൻസുലേഷൻ നല്ലതായിട്ട് ചെയ്യുന്നു അത്രയ്ക്ക് നല്ലതായിരിക്കും നമുക്ക്. അപ്പൊ ഈ വാളിലുള്ള ചെറിയ ചെറിയ വുഡുകളും കൂടി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആവും. നല്ല അടിപൊളിയായിട്ട് ഇൻസുലേഷൻ എല്ലാം ചെയ്തേപ്പുണ്ട്. ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നമ്മൾ പിന്നീട് ഫില്ല് ചെയ്യും. പിന്നെ നമുക്ക് ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വുഡ് ഇനി കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇനി ഓൾറെഡി ലേറ്റ് ആയി. ഞങ്ങൾ നമ്മുടെ പവർ ടൂൾസ് എല്ലാം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആകെ 2 ബാറ്ററികളുള്ളൂ. അപ്പോൾ അതെല്ലാം ഇത്ര നേരം വർക്ക് ചെയ്തെല്ലാം തീർന്നു പോയി. അതുകൊണ്ട് നമ്മളിനി നാളെ പണി തുടങ്ങാന്ന് കരുതി. അപ്പൊ തന്നെ രാത്രി 9 മണിയായി. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിഡ് സമ്മർ ഡേ ആണ്, എല്ലാരും ആഘോഷിക്കുകയാണ്. അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ജോലിയായിരുന്നു, രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ പണി തീർക്കുന്നതിന് മുന്നേ നമുക്ക് വേറെ പരിപാടിയുണ്ട്. നമുക്ക് ഈ വുഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ വുഡിലൊക്കെ ആണെങ്കിൽ ഇത് പൂപ്പലൊക്കെ പിടിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ നനഞ്ഞ് ഷൂ ഒക്കെ ഇട്ട് കയറി അപ്പൊ നമ്മൾ അത് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ അടിക്കണം ഇതിൽ. അപ്പൊ അതും കൂടി അടിച്ചിട്ടേതാണ് നിർത്തുന്നുള്ളൂ. വുഡ് ഓയിലുണ്ട്, അപ്പോൾ അതും കൂടി നമ്മൾ ഇതിന് മുകളിൽ അടിക്കും. പിന്നെ നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വേറെ സംഭവങ്ങളൊക്കെ ഇതിന് മുകളിൽ വരും. നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് ഫ്ലോർ ഫിനിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് അടിച്ച് തീർത്തിട്ട് ഞങ്ങൾ ഇന്നത്തെ പണി നിർത്താന്ന് കരുതി. ഓക്കെ, ഓരോ പണി ഇങ്ങനെ തീർത്തിട്ട് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഇത് നമ്മൾ ഇൻസുലേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തേക്കണേ.
എന്തൊരു നീറ്റാണെന്ന് നോക്കി, സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ഇൻസുലേഷൻ ഒക്കെ. അതെ, അപ്പൊ ഈ മുന്നോട്ടുള്ള വർക്കുകളെല്ലാം നമ്മൾ അത്രയ്ക്ക് നീറ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. ഇത് തന്നെ നമ്മൾ എത്ര ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. നമ്മൾ നല്ലതായിട്ട് സമയം എടുത്തേ ചെയ്യത്തുള്ളൂ. കാരണം എല്ലാ കാര്യവും നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും അത്. അതെ, ലാസ്റ്റ് നമുക്ക് ഇതിന് അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടേണ്ട ഒരു ക്യാമ്പർ വാനാണിത്. അപ്പൊ നമ്മൾ ഒരു ചെറിയ തെറ്റ് പോലും ഇതിൽ ചെയ്യരുത് നമ്മൾ ആഗ്രഹിച്ചാണിത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമം മാത്രമല്ല, നമുക്ക് കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ. നമ്മുടെ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് അത് ചെയ്യണം. നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. നമ്മുടെ മാക്സിമം എഫർട്ട് ഇതിൽ കൊടുത്തിട്ടാണ് നമ്മൾ പണികളൊക്കെ ചെയ്യുന്നത്. പറയുന്നത് വെച്ചാൽ പലരും നമ്മളോട് പറയും നമ്മൾ എഴഞ്ഞാണ് പണി ചെയ്യുന്നത്, പതിയാണ് ചെയ്യുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡ് ആക്കണം. അപ്പൊ നമ്മളിതൊരു കണ്ടന്റോ അത് മറ്റൊരു കാര്യത്തിനൊന്നും വേണ്ടിയല്ല, ഇത് നമുക്ക് നമ്മുടെ ഒരു ആവശ്യമാണിത് അല്ലേ. കണ്ടന്റ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന് വലിയ പ്രയോജനമൊന്നും കിട്ടത്തൊന്നുമില്ല. ഞങ്ങൾ ഇതിനകത്ത് അത്രയ്ക്ക് പൈസയാണ് മുടക്കുന്നത്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഇൻകം എന്താ പറയുന്നത് യൂട്യൂബിൽ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വ്ലോഗ് ഒക്കെ ആയിരിക്കും ഒരു മാസം ഇടുന്നതല്ലേ. ഷോർട്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് അത്രയ്ക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല യൂട്യൂബിൽ നിന്നൊന്നും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കുകയാണ്, ഞങ്ങളുടെ ആവശ്യമാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത് പണിയുന്നത്, മനസ്സിലായോ? അല്ലാതെ ഒരു കണ്ടന്റ് എന്ന രീതിയിലല്ല ഞങ്ങൾ ഇതിലൊന്നും ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് വർഷങ്ങളായിട്ട് സേവ് ചെയ്ത് വെച്ചൊരു മണിയാണ് ഇതിനു വേണ്ടി. ഇത് ഇന്നോ ഇന്നലെയോ നമ്മളിത് പെട്ടെന്ന് ഒരു ദിവസം ചാടിക്കേറി ചെയ്യുന്ന ഒരു കാര്യമല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ആലോചിച്ച് കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാക്സിമം എഫേർട്ടും നമ്മുടെ 100% സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ട് ഞങ്ങൾ ഒരു പണി പൂർത്തിയാകത്തുള്ളൂ. അതെ, അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒരു എന്താ പറയുന്നത് സന്തോഷം. ചിലപ്പോ പണി ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വരെ വേണ്ടില്ല ഞങ്ങൾ ഇതിൽ നോക്കി ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര സന്തോഷമാണ്. അതെ, നമ്മൾ അത് മാത്രമല്ല, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പല ഐഡിയാസും കിട്ടും. നമ്മുടെ പല കുറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കുക, ഇന്നത് ഇങ്ങനെ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ നമുക്ക് മാറ്റം വരുത്താം, അങ്ങനെയൊക്കെ പല ഐഡിയാസും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പണി കഴിഞ്ഞിട്ട് എല്ലാം നോക്കുന്നത്. ഒന്നുകൂടെ ഞാൻ നോക്കും എവിടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. പലരും നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്താ പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കാൻ ഇത്ര പൈസയൊക്കെ മുടക്കുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് അത്രയ്ക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടി നമുക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പം പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം പൈസ. അതെ, ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പതിയെ സമയം എടുത്തിട്ട് ചെയ്യാനും പറ്റും. അതെ, ഇപ്പൊ ഫിൻലാൻഡിൽ ഒരു ക്യാമ്പർ വാൻ ബിൽഡ് ചെയ്യുന്ന ഒരാൾ വാങ്ങിക്കുന്ന പെർ ഹവറിൽ മിനിമം ഒരു 70-80 യൂറോ ആയിക്കാണ് പെർ ഹവറിൽ വാങ്ങിക്കുന്നത്. ഓരോ വർക്കൊക്കെ ചേർക്കാൻ വേണ്ടിട്ട് എത്ര സമയം എടുക്കുമെന്ന് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ക്യാമ്പർ വാനൊക്കെ വാങ്ങിക്കുന്നത് കോടികളും മുടക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പഴയ വാനൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പണിയണം, നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടണം, അത്രയ്ക്ക് നന്നായിട്ടും പണിയണം. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പണിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്, ഒന്നിലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും നമ്മളോട് ഇങ്ങനെ പറയും നമ്മൾ സ്പീഡാക്കണം. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാം. അങ്ങനെ നമ്മൾ വുഡ് ഓയിലും കൂടെ ഒക്കെ അടിച്ച് പണി നിർത്തിയിരിക്കുകയാണ്. വുഡ് ഓയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും വുഡിന്. വുഡ് ഡാമേജ് ആകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഡോർ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് വെള്ളമൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുന്ന സമയത്ത്. എന്തായാലും നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ബാക്കി വന്ന എല്ലാ സൈഡിലെ ബോക്സുകളിലും അവിടെ ഇവിടെ എല്ലാം അടിച്ചങ്ങ്. അതെ, എന്തായാലും ഇത് വുഡിന് വേണ്ടിയിട്ട് അടിക്കുന്ന സാധനമാണ്. വുഡിൻ്റെ പ്രൊട്ടക്ഷൻ അടിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല ഷൈനിങ്ങും കിട്ടും. ഇതെന്തായാലും ഉള്ളിൽ പോകുന്നതാണ്. എന്നാലും നമ്മൾ വേസ്റ്റൊക്കെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സൈഡിലൊക്കെ അടിക്കുന്നതേ ഉള്ളൂ. മെയിനായിട്ട് താഴത്തെ പ്ലൈവുഡിലാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇൻസുലേഷനും വർക്കുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.